കരുവാറ്റ കൊട്ടേഷൻ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ശിവൻകുട്ടിയെ കൊലപ്പെടുത്താൻ പെൺകുട്ടി നേരത്തെയും പ്ലാനിട്ടെന്ന് പോലീസ്. തലയിൽ കല്ലിട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമം പാടി. കൊലപാതകത്തിന്റെ ആശയം ഉദിച്ചത് സ്പൈഡർ എന്ന തമിഴ് സിനിമയിൽ നിന്നെന്ന് കണ്ടെത്തൽ. ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്? ഷമി, ഈ കൊലപാതകത്തിന് മുൻപ് തന്നെ പല പദ്ധതികളും ഈ മുത്തച്ഛനെ കൊലപ്പെടുത്താൻ ഈ പെൺകുട്ടി ചെയ്തിരുന്നതായിട്ടാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയും മറ്റുമാണ് ലഭ്യമായിരിക്കുന്നത്. ഇവരുടെയും ഈ 3 ആൺകുട്ടികളുടെയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെയും മൊബൈൽ ഫോണുകൾ ഇപ്പോൾ സൈബർ സെല്ലിന് നൽകിയിരിക്കുകയാണ്. അതിൽ ഒട്ടനവധി കാര്യങ്ങൾ പോലീസിന് ലഭ്യമാകേണ്ടതായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പിടിയിലായ ഈ 4 പേരെയും ജുവനൈൽ ആക്ട് പ്രകാരം നിയമപരമായുള്ള ശിക്ഷ നൽകുന്നതിനായിട്ട് ഇപ്പോൾ ഷെൽട്ടറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ കേസിന് ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സ്വർണം ഇവർ മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണ്ണമൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം ഇവർ ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഈ കൊലപാതകത്തിന് വേണ്ടി നടത്തിയ പ്ലാനുകളെയും കുറിച്ചൊക്കെ തന്നെ പോലീസിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചു. നേരത്തെയും ഈ പെൺകുട്ടി ഇയാളെ കൊലപ്പെടുത്താൻ ശ്രമം നടച്ചു, വാഹനം ഇടിച്ചും അതോടൊപ്പം തന്നെ ഏത് തരത്തിൽ കൊലപ്പെടുത്തണം എന്നുള്ളതായിരുന്നു പദ്ധതി. പക്ഷെ അതൊക്കെ തന്നെ പാളിയ സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ വീട്ടിലെത്തുകയും അതിനുശേഷം തലയ്ക്ക് മാരകമായ രീതിയിൽ അടിച്ച് മുറിവേൽപ്പിക്കുകയും പിന്നീട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. കാര്യം ഈ പെൺകുട്ടിക്ക് ഈ മുത്തച്ഛനോടുണ്ടായിരുന്ന ഒരു പക, അതായിരിക്കണം കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. മറ്റ് സ്വർണവും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ലഭ്യമാകും. നിലവിൽ ജുവനൈൽ ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നതും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായതുകൊണ്ട് തന്നെ പോലീസിന് കൂടുതലായിട്ട് അതിനുള്ളിലേക്ക് കടന്നു ചെന്ന് ചോദ്യം ചെയ്യാൻ പോലീസ് ബുദ്ധിമുട്ടുണ്ട്. കാര്യം സാധാരണഗതിയിൽ പ്രതികളെ പിടിച്ചു കഴിഞ്ഞാൽ പോലീസിന്റേതായിട്ടുള്ള രീതിയിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ആ മുറയ്ക്കുള്ള ഒരു ചോദ്യം ചെയ്യൽ നടക്കാത്തത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് സാങ്കേതികമായിട്ട് ശേഖരിക്കാനുള്ള നീക്കത്തിലാണ്.